ഗ്രോ ഗ്രീൻസിലേക്ക് നമസ്കാരം, സ്വാഗതം. അതിനാൽ ഈ വീഡിയോയിൽ ഞങ്ങൾ മല്ലിയിലയ്ക്ക് വിത്ത് വളർത്തും, തുടർന്ന് ഉലുവയ്ക്ക് വിത്ത് വിതയ്ക്കും. അടുത്തതായി ഞങ്ങൾ ശീതകാല ഇലക്കറികളിലൊന്നായ ചീരയ്ക്ക് വിത്ത് വിതയ്ക്കും. അവസാനം ഞങ്ങൾ റാഡിഷ് വിത്തുകൾ എടുക്കുന്നു. അതിനാൽ നമുക്ക് ആരംഭിക്കാം. അതുകൊണ്ട് ആദ്യം മല്ലിയിലയുടെ വിത്ത് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവയെ തകർത്ത് 2 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. അതിനാൽ ഓരോ വിത്തും ഇപ്പോൾ പകുതി 2 വിത്തുകളാണ്. ഒരു ഭാഗം തോട്ടമണ്ണും പകുതി ഭാഗം കൊക്കോ പീറ്റും പകുതി ഭാഗം മണ്ണിര കമ്പോസ്റ്റും ഉള്ള മണ്ണാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഞങ്ങൾ മണ്ണ് തയ്യാറാക്കുകയും വിത്ത് പാകാൻ വരികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് ശരിയായ വിളവെടുപ്പിന് സഹായിക്കും. വരികൾ സൃഷ്ടിച്ച ശേഷം ഞങ്ങൾ വരിയിൽ വിത്തുകൾ ഇടുകയാണ്. വിത്തുകൾക്കിടയിൽ കൃത്യമായ അകലം ഉണ്ടെന്ന് ഉറപ്പാക്കുക. കഠിനവും വേഗത്തിലുള്ളതുമായ ഭരണമില്ലെങ്കിലും നിങ്ങൾക്ക് വിത്തുകൾ തളിക്കണം. ഓരോ വരിയും മൂടിയ ശേഷം ഞങ്ങൾ എല്ലാ വിത്തുകളും മണ്ണ് മിശ്രിതം ഉപയോഗിച്ച് മൂടും. ഇത് വളരെ നേരിയ മണ്ണ് മിശ്രിതമാണ്, അതിനാൽ വിത്തുകൾ എളുപ്പത്തിൽ മുളയ്ക്കും. ഞങ്ങൾ ഇപ്പോൾ ശേഷിക്കുന്ന വിത്തുകൾ വിതറുകയാണ്. അടുത്തതായി ഞങ്ങൾ ഉലുവ വിത്ത് എടുക്കുന്നു. ഈ വിത്തുകൾ ഞങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് കുതിർത്തു. കാരണം ഉലുവയുടെ പുറംചട്ടയിൽ അല്പം കടുപ്പമുള്ളതിനാൽ ഞങ്ങൾ അവ കുതിർത്തു. ഇപ്പോൾ സമാനമായി ഞങ്ങൾ അവയെ വരികളിൽ ഇടുകയും സ്പേസിംഗ് ശരിയായി പരിപാലിക്കുകയും ചെയ്യുന്നു. വിത്തുകൾ വളരെ തിരക്കേറിയതല്ലെന്ന് ഉറപ്പാക്കുക. ഇപ്പോൾ വിരലുകൾ ഉപയോഗിച്ച് ഞങ്ങൾ വിത്തുകൾക്കിടയിൽ ഒരു ഇടം സൃഷ്ടിക്കുന്നു. ഇനി നമുക്ക് മുകളിലെ വിത്തുകൾ മണ്ണ് മിശ്രിതം കൊണ്ട് മൂടാം. ബാക്കിയുള്ള വിത്തുകളും ഞങ്ങൾ ഇപ്പോൾ വിതറുകയാണ്. ഇനി വിത്ത് മണ്ണിട്ട് മൂടാം. ഞങ്ങൾ മണ്ണിൽ ടാപ്പ് ചെയ്യുന്നു, കാരണം നനച്ചതിനു ശേഷം വിത്തുകൾ പുറത്തു വരരുത്. മാത്രമല്ല അത് മണ്ണിൽ ശരിയായി സ്ഥാപിക്കുകയും ചെയ്യും.